കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 50-51 വാക്യങ്ങൾ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിമരണത്തെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. എന്തുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ മരണം ഇത്രത്തോളം പ്രസംഗിക്കപ്പെട്ടത്, ഇത്രത്തോളം പ്രചാരത്തിലേറിയത്? ഇവിടെ ചരിത്രത്തിൽ, ലോകത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ആൾക്കാർ മരിക്കാഞ്ഞിട്ടാണ്. ഏറ്റവും ഉന്നതന്മാരായ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരോ സ്തോത്രം, അല്ലെങ്കിൽ തത്വജ്ഞാനികളെ, അരിസ്റ്റോട്ടിലെ, പ്ലാറ്റോ, സോക്രട്ടീസ്, ഇവരെ പോലുള്ള മരിച്ചില്ലേ? സ്തോത്രം. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് രമാഭായി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെ തുടങ്ങി അനേക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തികളില്ലേ, സ്തോത്രം, ഹിറ്റ്ലറില്ലേ, മുസോളിനിയില്ലേ, ഇവരെല്ലാം ഏറ്റവും ശക്തന്മാരായ നേതാക്കന്മാരായിരുന്നില്ല. ഇവരെല്ലാം മരിച്ചപ്പോൾ വാർത്തയായില്ലേ? ആയി. എന്നാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. സ്തോത്രം. ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട VS അച്യുതാനന്ദൻ പറഞ്ഞ അനിഷേധ്യനായ നേതാവ്, സ്തോത്രം, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സ്തോത്ര നേതാവായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനത്തിൻ്റെ ഒരു വികാരം നമ്മൾ കണ്ടതാണ്. അപ്പം ഇവരൊക്കെ മരണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിൽ നിന്നെല്ലാം യേശു കർത്താവിൻ്റെ മരണം വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഇവരുടെ എല്ലാവരുടെയും മരണം ഒരുപക്ഷെ സ്വാഭാവിക മരണമോ, ഇല്ലെങ്കിൽ രോഗത്തിലൂടെ മരണപ്പെടുകയോ, ഇല്ലെങ്കിൽ ചരിത്ര രക്തസാക്ഷികളായിട്ട് മാറപ്പെടുകയോ ചെയ്യുന്ന മരണങ്ങളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് യേശുവിൻ്റെ മരണം വ്യത്യസ്തമായി എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി അതിന് പറയാനുള്ളൂ. മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മരിച്ച യേശുവിന് പകരം പറയാൻ വേറൊരാൾ ഉലകത്തിലില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപത്തെയും തോളിൽ വഹിച്ചുകൊണ്ട്, മുഴുവൻ പാപത്തെയും സ്തോത്രം ചുമന്നുകൊണ്ട് പാപരഹിതനായ നമ്മുടെ കർത്താവ് പാപിയായി ക്രൂശിൽ കയറിയതാണ് നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, മരണം കൊണ്ട് തീർന്നുപോയ യേശുവിനെയല്ല നമ്മൾ കണ്ടത്. മൂന്നാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വന്ന യേശുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഇവിടെ യേശുവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. മത്തായി സുവിശേഷം 27-50 പറയുന്നു, യേശു ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടു. സ്തോത്രം. എന്നിട്ട് പറയുന്നു, മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽ തൊട്ട് അടിവരെ രണ്ടായി ചീന്തിപ്പോയി. നമുക്കറിയാം, പടിനിമിത്തിൽ, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നിവ ഓരോരുത്തർക്ക് പ്രാകാരത്തിൽ മാത്രമേ സാധാരണ ജനത്തിന് നിൽക്കാൻ കഴിയത്തുള്ളൂ. യാഗപീഠത്തിൽ പോലും കയറാൻ കഴിയത്തില്ല. വിശുദ്ധ സ്ഥലത്തും പുരോഹിതന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. സ്തോത്ര. അവൻ മേൽ തൊട്ട് അടിവരെ തിരശ്ശീല രണ്ടായി കീറി മാറി. പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. കൃപാസനമെന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സകല മനുഷ്യകുലത്തിന് യേശു കർത്താവിൻ്റെ രക്തത്തിലൂടെ കടന്നു ചെല്ലാനുള്ള അവകാശവും അധികാരവും കൊടുത്തു. യോഹന്നാൻ സുവിശേഷം 1:12 നമ്മൾ വായിക്കുമ്പോൾ, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം ദൈവം കൊടുപ്പാൻ ഇടവന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട്, പ്രിയ സ്നേഹിത, നിന്നെ വിടിവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിനക്ക് സമാധാനം തരാൻ, സ്തോത്രം, മരണത്തിൽ നിന്നെ വിടിവിപ്പാൻ, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.